എത്ര ശ്രമിച്ചാലും മായ്ക്കാൻ പറ്റാത്ത ചില ഇന്നലകളുണ്ട്. ഓർക്കുന്തോറും മുറിവിന്റെ ആഴം കൂടുന്ന ചില ഓർമ്മകൾ. നേടാനോ നഷ്ടപ്പെടുത്താനോ കഴിയാത്ത ചിലതുണ്ട്. ഉള്ളു നിറയെ ഓർമ്മകൾ നൽകി പടിയിറങ്ങിപ്പോകുന്ന ചിലത്. തെറ്റായ പാതയിലൂടെ കൂടുതൽ ആളുകളും ഒന്നിച്ച് നടക്കുന്നതിനേക്കാൾ നല്ലത് ശരിയായ പാതയിലൂടെ തനിച്ചു നടക്കുന്നതാണ്. സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ കഴിയുക. എനിക്കില്ലാത്തത് നിനക്കും വേണ്ട എന്നല്ല, പകരം എനിക്ക് കിട്ടാതെ പോയത് നിനക്കും കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നാം മനുഷ്യരാകുന്നത്. ഒരു ഇരുമ്പ് ദണ്ട് ഒരുപാട് അടി കിട്ടുമ്പോൾ അത് മൂർച്ചയുള്ള ആയുധമായി മാറുന്നു. ഇതുപോലെ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഓരോ അടിയും നമ്മുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു. ചിലപ്പോൾ ചിലരെ വേദനിപ്പിക്കാൻ ഒരു വാക്ക് മതി, ഒരാളുടെ ഹൃദയത്തെ തകർക്കുവാനും. എന്നാൽ പിന്നീട് എത്ര നല്ല വാക്കുകൾ ചേർത്ത് വെച്ചാലും ഇടഞ്ഞ ഹൃദയത്തെ കൂട്ടിയിണക്കാൻ സാധിച്ചെന്നു വരില്ല. സ്ത്രീകൾക്ക് ഒരു പുരുഷൻ വേണം. അവർക്ക് അവരുടെ മനസ്സ് പൂർണ്ണമായും കാണാനും കഴിയും. നമ്മൾ ബഹുമാനിക്കുകയും നമ്മളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാൾ. ചില സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ. എന്നാൽ ആവശ്യം വരുമ്പോൾ ആത്മാർത്ഥമായി തുണയാകുന്ന ഒരാൾ. നമ്മുടെ ജീവിതത്തിൽ, കുടുംബ ബന്ധത്തിൽ നമ്മൾ നല്ലവരോ മോശക്കാരോ അല്ല, തുല്യ പകുതികളാണെന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ. ഒരു പുരുഷൻ ധീരതയുടെയും സൗമ്യതയുടെയും ആൾരൂപമാകണമെന്നില്ല. അത് തീർച്ചയായും നല്ലതാണ്. എന്നാൽ നമ്മൾ അന്വേഷിക്കുന്നത് അതല്ല. തന്റെ അഭിപ്രായത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പുരുഷൻ. വെല്ലുവിളികളെ എങ്ങനെ നേരിടണമെന്ന് ചിന്തിക്കുമ്പോൾ പങ്കാളിക്കൊപ്പം നിൽക്കുന്ന പുരുഷൻ. നമ്മൾ എന്ത് വിഡിത്തം പറഞ്ഞാലും ചിരിക്കാൻ ഒരാൾ. അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരാൾ. നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ രീതികളും നമ്മുടെ അഭിപ്രായങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. ശരിയും തെറ്റും പറയുന്ന ഒരാൾ. ഒരു പുരുഷന്റെ പുരുഷത്വം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം ആത്മവിശ്വാസവും ചെയ്യുന്ന പ്രവൃത്തികളും മറ്റുള്ളവരോടുള്ള പരിഗണനയും പെരുമാറ്റവുമാണ്. പക്ഷേ ഒരു സ്ത്രീക്ക് പുരുഷത്വത്തെക്കാൾ കൂടുതലായി വേണ്ടത് ഒരു സുരക്ഷിതനായ പുരുഷൻ തങ്ങൾക്ക് ചുറ്റുമുള്ളപ്പോൾ ആത്മവിശ്വാസമാണ്. ഇത്തരത്തിലുള്ള പുരുഷനെ ഒരു സ്ത്രീ ഒരിക്കലും വിട്ടുപോകില്ല. സുരക്ഷിതത്വവും ആത്മവിശ്വാസവും ബഹുമാനവും പൗരുഷവുമുള്ള ഒരു പുരുഷൻ പലപ്പോഴും ഒരു നിശാശലഭത്തിന്റെ വെളിച്ചം പോലെയാണ്. അവൻ ചുറ്റുമുള്ളവരെ സുഖപ്പെടുത്തുന്നതിനാൽ ആളുകൾ അവനിൽ ആകർഷിക്കുന്നു. ഒരു സ്ത്രീക്ക് പുരുഷനെ മികച്ചതാക്കാൻ കഴിയുമോ? അവന്റെ അടിസ്ഥാന സ്വഭാവം മാറ്റാനാകുമോ? അവന്റെ വിജയം മെച്ചപ്പെടുത്താനാകുമോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ: ആകും. നിങ്ങൾക്ക് വിശ്രമമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയും. ഓരോ മനുഷ്യനും പ്രവർത്തിക്കാൻ നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക, അത് പ്രാവർത്തികമാക്കുക. ഒരു സ്ത്രീ പുരുഷന് എത്രത്തോളം പിന്തുണ നൽകുന്നുവോ അത്രത്തോളം അവൻ ഉയർച്ചയിലേക്ക് കുതിക്കും. ഒരു സ്ത്രീക്കൊരു പുരുഷന് ഊർജം പകരാനും പ്രോത്സാഹിപ്പിക്കാനും പിന്തുണയ്ക്കാനും കഴിയും. മറിച്ചൊരു സ്ത്രീക്ക് പുരുഷനുമേൽ അവൾ ഒരു ഭാരവും വിനാശകാരിയും സമയം പാഴാക്കുന്നവളുമാകാനും സാധിക്കും. അവളുടെ ശ്രദ്ധ എവിടെയാണോ അതിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമാധാനം ലഭിക്കുന്നതാണ്. വെല്ലുവിളികൾക്ക് മുന്നിൽ പകച്ചുനിന്ന് എനിക്കത് കഴിയില്ല എന്ന് വിധിയെഴുതി പിൻവാങ്ങുന്നത് വിഡ്ഢിത്തമാണ്. ജീവിതത്തെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എങ്കിൽ സമയം പാഴാക്കരുത്. കാരണം സമയമാണ് നിങ്ങളുടെ ജീവിതം. ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കുക. പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. മറ്റുള്ളവരുടെ തെറ്റിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക. അത് നിങ്ങളുടെ വഴികൾ നേരെയാകാൻ സഹായിക്കും. പ്രശ്നത്തെ നേരിടാനുള്ള കെൽപ്പും താനെടുത്ത തീരുമാനങ്ങളിൽ അടിയുറച്ചു നിൽക്കാനുള്ള ആർജവും ഓരോരുത്തരിലും ഉണ്ടാവണം. ഓരോ ചെറിയ അവസരത്തിനായും തിരയുക.
പരാജിതൻ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു. എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവസരം കണ്ടെത്തുന്നു. നിങ്ങൾ തുടക്കത്തിൽ പരാജയപ്പെടാം, ഇടയ്ക്കിടെ പരാജയപ്പെടാം. പരാജയത്തോടെ മുന്നേറുക. അന്തിമ വിജയം തോൽവിയിൽ മനംനൊന്ത് പിന്മാറാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും പൂർണ്ണമായും വിശാലമായും ചെയ്യുക. പ്രവൃത്തികൾ ഭാഗികവും പൂർണ്ണ ശ്രദ്ധയില്ലാതെയും ചെയ്യുന്നത് കൊണ്ടാണ് ചിന്തകൾ ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല. പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകാം വിജയികൾ. എന്നാൽ സ്ഥിരതയും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് എത്തിക്കും. മറ്റുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ ഭ്രാന്ത് പിടിപ്പിക്കും. അതിൽ നിന്നും വൈരാഗ്യബുദ്ധി ഉടലെടുക്കും. ഒരു സ്ത്രീയുടെ യഥാർത്ഥ സ്വഭാവം അറിയാൻ അവരെ എല്ലായ്പ്പോഴും നിരീക്ഷിക്കുക മാത്രമാണ് എളുപ്പവഴി. ആരെയും പരിഹസിക്കരുത്. ന്യൂനതകളില്ലാത്ത മനുഷ്യരില്ല. എല്ലാം തികഞ്ഞ മനുഷ്യനായി സൃഷ്ടിച്ചിട്ടുമില്ല. നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവർ മാത്രമേ അവസാന സമയങ്ങളിൽ നമ്മളോട് ചേർന്ന് നിൽക്കൂ. വേദനയുടെ ആഴമറിയുന്നവർക്കേ ആശ്വസിപ്പിക്കാനുള്ള മനസ്സുണ്ടാകൂ. ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ 1000 ബന്ധങ്ങൾ ആവശ്യമില്ല. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളായാലും മതിയാവും. മുഖത്തു നോക്കി പറയുന്നവരെ നാം വെറുക്കും. എന്നാൽ ഒളിഞ്ഞിരുന്ന് കുറ്റം പറയുന്നവരെ നാം സ്നേഹിക്കും. അതാണ് ഈ ലോകം. അവസാനിച്ചു പോയ ചില ബന്ധങ്ങളെ പറഞ്ഞു തിരുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ചുരുട്ടിയെറിഞ്ഞ കടലാസ് പോലെയാണ്. എത്ര നന്നായി നിവർത്താൻ ശ്രമിച്ചാലും ചില ചുളിവുകൾ അവിടെ തന്നെ ഉണ്ടാകും. ജീവനോടെ ഇരിക്കുമ്പോൾ മരിച്ചെന്നു തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ. നമ്മളെ ഒരുപാട് സ്നേഹിച്ചവരുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നുമല്ലെന്ന് തിരിച്ചറിയുമ്പോൾ. ആരോടും പിണങ്ങിയിരിക്കരുത്. പെട്ടെന്നൊരു നിമിഷം വിളിച്ചാൽ കേൾക്കാത്ത ലോകത്തേക്ക് അവർ പോയി കഴിഞ്ഞാൽ ജീവിതാന്ത്യം വരെ ആ പിണക്കം ഹൃദയത്തെ മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും.